ചോദിക്കും. രോഹിത് അവിടെ പോയാവോ? ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കാൻ പോണ ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. റീപ്രൊഡക്ഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. വളരെ നല്ല ബ്യൂട്ടിഫുൾ ചാപ്റ്റർ ആണ്. വെരി ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആണ്. അപ്പൊ ഇതിൽ ഹോൾ നമുക്ക് എന്താ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്, അതേപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. വി ആർ ഗോയിങ് ടു സീ ഇൻ ഡീറ്റെയിൽ അബൌട്ട് male reproductive system, female reproductive system. After which male reproductive systems in the original ചേട്ടൻ which is the sperm ഉണ്ടാവുന്നത്. ആ പ്രോസസ്സിനെ നമ്മൾ സ്പെർമാറ്റോജെനസിസ് എന്ന് പറയും. ഓക്കെ, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് സ്പെർമാറ്റോജെനസിസ് വഴി സ്പെർം ഉണ്ടാവുന്ന പ്രോസസ്സ് നമ്മൾ നോക്കും. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്നും oogenesis എന്ന് പറയുന്ന പ്രോസസ് വഴി ഓവ ഉണ്ടാവുന്ന പ്രോസസ്സ് നമ്മൾ നോക്കും. ഓക്കെ, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്നും സ്പെർമാറ്റോജെനസിസ്, ഇതിനെ നമ്മൾ എന്തോ കോമൺ ആയിട്ട് പറയാ ഗ്യാമെറ്റോജെനസിസ്. ഗ്യാമെറ്റോജെനസിസ് ലെക്ചർ നോട്ട് എഴുതണേടാ കുട്ടികളെ. ഓക്കെ, അപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്നും സ്പെർമാറ്റോജെനസിസ് വഴി സ്പെർം ഉണ്ടാവുന്നതും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്നും oogenesis വഴി ഓവ ഉണ്ടാവുന്നതും നമ്മൾ പഠിക്കും. എന്നിട്ട് ഇവരുടെ രണ്ടുപേരുടെയും ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന മോസ്റ്റ് ബ്യൂട്ടിഫുൾ സംഭവം നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുമ്പോൾ ആരാ ആദ്യം ഉണ്ടാവണേ? സൈഗോട്ട് ഉണ്ടാവും. ആദ്യം ആരാ ഉണ്ടാവണേ? സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ട് ബ്ലാസ്റ്റോസിസ്റ്റ് ഉണ്ടാവും. കുട്ടിയായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് ഉണ്ടാവും. ആ ബ്ലാസ്റ്റോസിസ്റ്റ് ഇങ്ങനെ ഉരുണ്ട് എങ്ങോട്ട് വരും? നമ്മുടെ യൂട്രസിലേക്ക് വരും. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗമായ യൂട്രസിൽ വന്നിട്ട് ഇംപ്ലാന്റേഷൻ നടക്കും. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് എംബ്രിയോണിക് ഡെവലപ്മെന്റ് നടക്കും. ഓക്കെ, എംബ്രിയോണിക് ഡെവലപ്മെന്റിന് ശേഷം എന്താണ്? എംബ്രിയോ ഉണ്ടാവും. എംബ്രിയോ അങ്ങനെ അങ്ങോട്ട് ജസ്റ്റേഷൻ പീരീഡ് 9 മാസം 10 മാസം നിന്നെ ഒന്ന് പ്രസവിച്ചില്ലടാ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതാണ് ജസ്റ്റേഷൻ പീരീഡ്. ഓക്കെ, 10 മാസം ഇല്ല, 9 മാസമേ ഉള്ളൂ എന്ന്, 36 മാസങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അമ്മമാരെ ഓർമ്മിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, ജസ്റ്റേഷൻ പീരീഡ് അത് കഴിഞ്ഞിട്ട് പാർട്യൂറേഷൻ എന്ന് പറഞ്ഞാൽ പ്രസവിക്കുക എന്ന് പറയുന്ന പ്രതിഭാസത്തിനെയാണ് പാർട്യൂറേഷൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ which there is lactation, production of milk and feeding of milk to the child. ഇതാണ് നമ്മൾ പഠിക്കാനുള്ളത്. കമ്മിങ് ടു ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എവിടെയാണുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൽവിസ് റീജിയനിലാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. പ്രൈമറി സെക്സ് ഓർഗൻ ഓഫ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആരാണ്? ടെസ്റ്റിസ് ആണ്. പ്രൈമറി ആരാണ്? ടെസ്റ്റിസ് ആണ്. എന്തുകൊണ്ട് അതിനെ പ്രൈമറി എന്ന് പറയാം? നോക്കിക്കോ, ടെസ്റ്റിസ് എ പെയർ, രണ്ടെണ്ണുണ്ട്, രണ്ട് ചേട്ടന്മാരുണ്ട്. ടെസ്റ്റിസ് എന്ന് പറയുന്നത് a pair of testes ആണുള്ളത്. This is going to be oval in shape. Okay, this is going to be oval in shape. All right, എന്തുകൊണ്ടാ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത്? Because this is where the gametes are actually formed. Testis is a place where the gametes are actually formed. What is a male gamete? It is known as a sperm. All right, and testisൽ തന്നെയാണ് ഹോർമോൺസ് ഉണ്ടാവുന്നത്. ഇതിന് ഇത്തിരി ഒരു മങ്ങലുണ്ട്, ഞാൻ അതൊന്നും കൂടി എടുത്തിട്ട് അയച്ചു തരാം. ഹോർമോൺസ് ഉണ്ടാവും. എന്ത് ഹോർമോണാണ് ടെസ്റ്റിസിൽ പ്രൊഡ്യൂസ് ചെയ്യണേ? ടെസ്റ്റോസ്റ്റെറോൺ. എന്ത് ഹോർമോണാണ് പ്രൊഡ്യൂസ് ചെയ്യണേ? ടെസ്റ്റോസ്റ്റെറോൺ. ടെസ്റ്റോസ്റ്റെറോൺ is responsible for the secondary sexual character. Secondary sexual charactersനെ കോസ് ചെയ്യുന്നത് ടെസ്റ്റോസ്റ്റെറോൺ ആണ്. നമുക്ക് വീണ്ടും ടെസ്റ്റിസിന്റെ കാര്യം നോക്കാം. ടെസ്റ്റിസ് എന്ന് പറയുന്നത് ഇറ്റ് is present inside the scrotal sac. If you see, testis is inside the scrotal sac. പുറത്താണുള്ളത്. pelvis region ആണ്. It is inside the scrotal sac. Okay, ആ scrotal sac-ന്റെ ഉള്ളിലാണ് രണ്ട് ടെസ്റ്റിസ് ഉള്ളത്. ഓക്കെ, സ്ക്രോട്ടം എന്ന് പറയുന്ന ഒരു പൗച്ച് ഉണ്ട്. സ്ക്രോട്ടം എന്ന് പറയുന്ന പൗച്ച് ഉണ്ട്. ആ പൗച്ചിന്റെ ഉള്ളിൽ രണ്ട് സ്ക്രോട്ടൽ സാക്ക് ഉണ്ട്. ഓക്കെ, സ്ക്രോട്ടം എന്ന് പറയുന്ന പൗച്ചിന്റെ ഉള്ളിൽ രണ്ട് സ്ക്രോട്ടൽ സാക്ക് ഉണ്ട്. ആ സ്ക്രോട്ടൽ സാക്കിന്റെ ഉള്ളിൽ ഓരോരോ ടെസ്റ്റസ് ഉണ്ട്. ഈ ടെസ്റ്റസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് ദിസ് ഇസ് ഓവൽ ഇൻ ഷേപ്പ്. ദിസ് ഇസ് ഓവൽ ഇൻ ഷേപ്പ്. ഓക്കെ, ഒരു 4 to 5 സെന്റിമീറ്റർ ഇൻ ലെങ്ത് ആയിരിക്കും ഉണ്ടാവുന്നത്. 2 to 3 സെന്റിമീറ്റർ വിഡ്ത് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും മനസ്സിലായോ? ഓൾറൈറ്റ്. ഓക്കെ, നൗ ടെസ്റ്റിസ്. ഓക്കെ, ഇനി ടെസ്റ്റിസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടെസ്റ്റിസിന് ഒരു ഡെൻസ് ആയിട്ടുള്ള കവറിംഗ് ഉണ്ടാവും. ഡെൻസ് കവറിംഗിന്റെ പേരാണ് ട്യൂണിക്ക ആൽബുജീനിയ. ഓക്കെ, ഡെൻസ് കവറിംഗിന്റെ പേര് എന്താണ്? ട്യൂണിക്ക ആൽബുജീനിയ. ഓൾറൈറ്റ്, നമ്മുടെ ഹ്യൂമൻസിന്റെ പ്രത്യേകത എന്താ? നമ്മൾ പറഞ്ഞു സ്ക്രോട്ടത്തിന്റെ ഉള്ളിലാണ്, സ്ക്രോട്ടൽ സാക്കിന്റെ ഉള്ളിലാന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ട് ഈ സ്ക്രോട്ടൽ സാക്കിന്റെ ഉള്ളിൽ വരുന്ന? ബിക്കോസ് ഇറ്റ് ഷുഡ് ബി ഔട്ട്സൈഡ് ദ ബോഡി. ഇതിനെ നമ്മൾ ഔട്ട്സൈഡ് ദ ബോഡി വെക്കണേന് എക്സ്ട്രാ അബ്ഡോമിനൽ ടെസ്റ്റിസ് എന്നാണ് പറയാ.
extra abdominal testis. അത് എന്തുകൊണ്ട് അങ്ങനെയുള്ളത്? because 2 to 5 degree കുറവ് ഉണ്ടാവണം. because it requires a less 2 to 2.5 degree Celsius lower the original temperature ആയിരിക്കണം. നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചറിൽ അത്രയും നന്നായിട്ട് sperm ഉണ്ടാവില്ല. so അതിനേക്കാളും കുറവ് ടെമ്പറേച്ചർ വേണം in order to produce sperms. okay, അതിന് വേണ്ടിയിട്ട് ഒരു 2 to 2.5 degree കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റിസിനെ കൊണ്ടുപോയിട്ട് പുറത്ത് വെച്ചിരിക്കുന്നത്. ഇത്രയും സംഭവങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായോ? Alright, this is the primary sex organ. Now what is the secondary sex organ? Okay, secondary sex organs എന്തൊക്കെയാ? Accessory duct ഉണ്ടാവും, glands ഉണ്ടാവും. രണ്ട് ചേട്ടന്മാരാണ്. Accessory duct ഉണ്ടാവും, glands ഉണ്ടാവും. Accessory duct എന്ന് പറയുന്നതിൽ ആരൊക്കെയാ ഉള്ളത്? 5 പേര്, അല്ല 4 പേര്. Epididymis, vas deferens, ejaculatory duct, urethra. Okay, ഇതിൽ നോക്കിക്കോ, testis paired ആണ്. Epididymis paired ആണ്, vas deferens paired ആണ്, ejaculatory duct paired ആണ്, urethra single ആണ്. Urethra single. Urethra is also known as urinogenital tract because urinum genital material, which is a semen, is coming through the same path. So urethra in males is urinogenital tract. Okay, so accessory duct നോക്കട കുട്ടികളെ, accessory duct ൽ എന്തൊക്കെയുണ്ട്? Epididymis, അതുപോലെ vas deferens, ejaculatory tract, urethra. അപ്പൊ ഇത് നോക്കാം നമുക്ക് എവിടെയാ ഉള്ളത് ഈ ചേട്ടന്മാരൊക്കെ. ഫസ്റ്റ് നമ്മൾ നോക്കിയാൽ ഇവിടെ ടെസ്റ്റിസ് ഉണ്ടാവും. ടെസ്റ്റിസിന്റെ തൊട്ട് മുകളിലായിട്ടാണ് ഇത് നോക്കിയേ, ടെസ്റ്റിസിന്റെ ഇവിടെയാണ് ടെസ്റ്റിസ്, ഇതാണ് ടെസ്റ്റിസ്. ടെസ്റ്റിസിന്റെ തൊട്ട് മുകളിലായിട്ട് ഇത് കണ്ടേ, ഈ ഭാഗം, this portion. All right, let me just show you this particular portion. ഈ പോർഷനെയാണ് നമ്മൾ പറയുന്നത് epididymis. Okay, this is the epididymis which we are talking about. This is the epididymis which we are talking about. Okay, epididymis കഴിഞ്ഞിട്ട് മുകളിലോട്ട് ആരാണ്? മുകളിലോട്ടാണ് നമ്മുടെ vas deferens ഉള്ളത്. vas deferens ഇങ്ങനെ പോയി അബ്ഡോമനിലേക്ക് പോയി അങ്ങനെ യൂറിനറി ബ്ലാഡർ ചുറ്റി ഫ്രണ്ടിലേക്ക് വരും. ഇങ്ങനെ ചുറ്റി ഫ്രണ്ടിലേക്ക് വരും. അപ്പൊ നമ്മൾ എപ്പിഡിഡമസ് കഴിഞ്ഞു, എന്നിട്ട് vas deferens മുകളിലേക്ക് വന്നു. vas deferens ഇതേ ഇങ്ങനെ മുകളിലേക്ക് വന്നിട്ട് അബ്ഡോമൻ മുകളിലത്തെ റീജിയനിൽ കയറി, എന്നിട്ട് യൂറിനറി ബ്ലാഡറിനെ ഇങ്ങനെ വന്നു. ചുറ്റി വരുമ്പോ ഇവിടെ ഒരു തടിപ്പുണ്ട്, ആംപ്യുള എന്ന് പറഞ്ഞിട്ട് ഒരു റീജിയനിൽ തടിക്കും, കുറച്ച് തടിപ്പുണ്ടാവും. ആ ആംപ്യുള is going to join. അപ്പൊ ഇതാണ് നമ്മുടെ vas deferens ഇങ്ങനെ വന്നേന്ന് വിചാരിച്ചോ. this is a vas deferens. ഇവിടെ നിന്ന് ഒരു vas deferens വരട്ടെ. ഇവിടെ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, see, this is there. This is the seminal vesicle which is there. Okay, this is the seminal vesicle which is there. അപ്പൊ ഇവിടെ എന്താ ഉള്ളത്? if you see, ഇവിടെയും ഇവിടെ ഒന്നും കൂടി നമുക്ക് നോക്കാം. ഇവിടെ എന്താ ഉള്ളത്? we have ഒരു തടിച്ച റീജിയൻ ഉണ്ട്. this is the തടിച്ച റീജിയൻ. okay, this is the തടിച്ച റീജിയൻ. അപ്പൊ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരാണ് ejaculatory duct. അതേപോലെ ഈ ഭാഗത്തും സംഭവിക്കും. okay, this is the ampulla which is coming in. vas deferens ഇങ്ങനെ വന്നിട്ട് കുറച്ച് തടിച്ച റീജിയൻ ഉണ്ടാവും, which is the ampulla. this is going to be joined by who? Seminal vesicle. this is going to be joined by who? Seminal vesicle, and together they open out as ejaculatory duct. this is known as the ejaculatory duct. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ? ejaculatory ductum paired ആണ്. ejaculatory duct is also paired. അപ്പൊ നമ്മൾ എന്തൊക്കെയാ? testis paired ആണ്, testis കഴിഞ്ഞിട്ട് epididymis paired ആണ്, epididymis ന്ന് മുകളിലേക്ക് പോകുമ്പോൾ vas deferens paired ആണ്, എന്നിട്ട് ampulla രണ്ടും opens to the ampulla. ഗുണ്ടു ആവും, ഗുണ്ടു opens അല്ല, ഗുണ്ടു ആവും, which is the ampulla, and they are joined by the seminal vesicle. Alright, ആ സെമിനൽ വെസിക്കിളും ഇതും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ejaculatory duct എന്ന് പറയുന്നത്. ഇത്രയും സാധനം മനസ്സിലായോ? ദാറ്റ് ഇസ് ഓൾസോ പെയർഡ്. എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യും, എങ്ങോട്ട് ഓപ്പൺ ചെയ്യും? ടു ദ യുറെത്ര. ദിസ് ഇസ് ദ യുറെത്ര. യുറെത്ര ഇസ് സിംഗിൾ, ഒരൊറ്റ സാധനം. Now this is going to open to the urethra. Sorry, this is going to open to the urethra. ഒറ്റയ്ക്കായിരിക്കും, സിംഗിൾ ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ejaculatory duct opens to the urethra. Alright, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്. Now this is the situation. Now coming to വീണ്ടും നമുക്ക് നോക്കാം. Okay,
അപ്പൊ ഇനി ഇതില് കുറെ ഗ്ലാൻസ് ഉണ്ട്. ഗ്ലാൻസ് ഏതൊക്കെയാ ഉള്ളത്? ഗ്ലാൻസ് എന്ന് പറയുന്നത് സെമിനൽ വെസിക്കിൾ നമ്മൾ ഇപ്പൊ കണ്ടതാണ്. ആരാ ഉണ്ടായിരുന്നത്? ഇവിടെ 2 സെമിനൽ വെസിക്കിൾസ് ഉണ്ട്. വി ഹാവ് 2 സെമിനൽ വെസിക്കിൾ. ആഫ്റ്റർ വിച്ച് വി ഹാവ് വാട്ട്? വി ഹാവ് prostrate gland. See, this is a prostrate gland. Prostrate gland is the largest gland. Prostrate gland എന്താണ് ഗുണം? Prostrate എന്ന് പറയുന്നത് largest gland in the male genitalia. Largest of male glands ആണ്. Okay, കൂട്ടത്തില് വലുത് ഇതാണ്. Prostrate gland single gland ആണ്, ഒറ്റ gland ആണ്, ഒരെണ്ണേ ഉള്ളൂ. This is not paired. This is not paired. And then comes the bulbourethral gland, which is P-shaped, P-shaped gland ആണ്. പിന്നെ മാത്രല്ല ഇതും paired ആണ്. This is also known as Cowper's gland. This is also known as Cowper's gland. Okay, this is paired ആയിട്ടുള്ള glands ആണ്. Okay, ഇത്രയും സംഭവങ്ങൾ മനസ്സിലായോ? Okay ആണോ? Alright, so what are the glands which are there? Seminal vesicles ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. Seminal vesicles paired ആണ്. Prostrate gland largest male gland ആണ്. And this is not paired എന്ന് പറഞ്ഞു. Bulbourethral gland നെ Cowper's gland എന്ന് പറയും. Paired ആണെന്ന് നമ്മൾ പറഞ്ഞു. Okay, ഇനി ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയുള്ളത് നല്ല രസമുള്ള സാധനമാണ്. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സേ ടെസ്റ്റിസ് ഉണ്ട് വിചാരിച്ചോടാ കുട്ടികളെ. Okay, we have the testis. നമ്മുടെ സ്വന്തം ടെസ്റ്റിസ്, ആണുങ്ങളുടെ ടെസ്റ്റിസ്, paired ആയിട്ടുള്ള ടെസ്റ്റിസിന്റെ ഒരു കഷ്ണമാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ടെസ്റ്റിസിന്റെ ഉള്ളില് we have about 250 compartments. ഇങ്ങനത്തെ കുഞ്ഞു 250 compartments അകത്തുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ 250 compartments അകത്തുണ്ട്. 250 compartmentsൽ ഓരോന്നിലും ഒരു 1 to 3 seminiferous tubules എന്ന് പറയുന്ന സാധനമുണ്ട്. ഓക്കെ, കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു 1 ഒന്നോ 2 3 seminiferous tubules ഉണ്ട്. ഓക്കെ, now this seminiferous tubules പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നിട്ട് എന്താണ്? This is going to create a network. This is going to create a network. This is retitestis. This is known as retitestis. Retitestis എല്ലാം കൂടി ചേർന്നിട്ട് there is another network which is created. This is vasa efferentia. Vasa efferentia is created. Vasa efferentia എങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യും? എപ്പിഡിഡൈമസിലേക്ക് ഓപ്പൺ ചെയ്യും. എങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യും? എപ്പിഡിഡിമസിലേക്ക് ഓപ്പൺ ചെയ്യും. ഒന്നും കൂടി നോക്കാം. ടെസ്റ്റിസിന്റെ അകത്ത് 250 up to 250 കമ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. 250 കമ്പാർട്ട്മെന്റ്സിൽ ഓരോന്നിലും 1 to 3 seminiferous tubules ഉണ്ടാവും. ഓക്കെ, ആ സെമിനിഫറസ് ട്യൂബ്യൂൾസ് എങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യും? റെറ്റിടെസ്റ്റിസിലേക്ക് ഓപ്പൺ ചെയ്യും. റെറ്റിടെസ്റ്റിസ്. ഓക്കെ, റെറ്റിടെസ്റ്റിസ് എങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യും? വാസ എഫറൻഷ്യ. വാസ് ഡെഫറൻസ് അല്ല, വാസ എഫറൻഷ്യയിലേക്ക് ഓപ്പൺ ചെയ്യും. വാസ എഫറൻഷ്യ എങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യും? എപ്പിഡിഡിമസിലേക്ക് ഓപ്പൺ ചെയ്യും. Okay, now epididymis has 3 parts. Okay, എന്തൊക്കെയാണ് അതിന്റെ പേര്? എപ്പിഡിഡിമസിന്റെ പേര് okay, capute epididymis, corpus epididymis, cauda epididymis. Capute epididymis, corpus epididymis, cauda epididymis. Okay, and epididymis എങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യണം? നമ്മൾ മറ്റേതിൽ കണ്ടതാണ്. വാസ് ഡെഫറൻസിലേക്ക് ഓപ്പൺ ചെയ്യും. എങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യും? വാസ് ഡെഫറൻസിലേക്ക് ഓപ്പൺ ചെയ്യും. നമുക്ക് ഒന്നുകൂടി നോക്കാം. എന്താ നമ്മൾ പറഞ്ഞത്? ഒരു 250 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഈ 250 കമ്പാർട്ട്മെന്റ്സിന്റെ പേരാണ് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ്. ഓക്കെ, ഒരു ലോബ്യൂളിന്റെ ഉള്ളില് എന്തുണ്ടാവും? ഒരു ലോബ്യൂളിന്റെ ഉള്ളില് 1 to 3 seminiferous tubules ഉണ്ടാവും. This seminiferous tubulesന്റെ ഉള്ളിലാണ് sperm production നടക്കുന്നത്. എവിടെയാ sperm production നടക്കുന്നത്? ഈ seminiferous tubulesന്റെ ഉള്ളിലാണ് sperm production നടക്കുന്നത്. Okay, this is going to be very highly coiled. Seminiferous tubules എങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യും? Seminiferous tubules are going to open into retitestis. This is going to open into retitestis. എങ്ങോട്ടേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്? retitestisലേക്ക് ഓപ്പൺ ചെയ്യും. And retitestis എങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യും? Vasa efferentia. This is going to open into vasa efferentia. Okay, efferentia. Vasa efferentia എങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യും? എപ്പിഡിഡിമസിലേക്ക് ഓപ്പൺ ചെയ്യും. എപ്പിഡിഡിമസ് എങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യും? This is epididymis. This is epididymis. It is going to open to vas deferens. This is going to open into, okay ആണോ? Alright, this vas deferens ascends to the മുകളിലേക്ക് പോകും, abdomenലേക്ക് പോകും. Okay, this is going to open into എങ്ങോട്ടേക്ക്? അബ്ഡോമനിലേക്ക് വരും.
ഹലോ, കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ വാസ്റ്റ് ഡിഫറൻസ് അങ്ങനെ മുകളിലേക്ക് പോകും. വാസ്റ്റ് ഡിഫറൻസ് ഓവർ ദ യൂറിനറി ബ്ലാഡർ. എന്നിട്ട് ഒരു ആംപ്യൂള വരും. ആ ആംപ്യൂള ഇസ് ഗോയിങ് ടു ജോയിൻ വിത്ത് ദ സെമിനിഫറസ് വെസിക്കിൾ. രണ്ടും കൂടി ചേർന്ന് പറയുന്നതാണ് കേൾക്കുന്നില്ല മാം. മ്യൂട്ടഡ് ആണ് മാം, മ്യൂട്ടഡ് ആണ്. ഓക്കെ, ഇപ്പൊ കേക്കാം. ഇല്ല, മ്യൂട്ടഡ് ആയി.